ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ LCHF ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അവിടെ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇൻബോക്സിൽ വരും. ഈ ഒരു വീഡിയോസ് ടാബിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ടാബായ പ്ലേലിസ്റ്റിൽ പോയാൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് വീഡിയോസിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കാട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ കോഫിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഒരാൾക്ക് ഒരു സമയത്തേക്കിനുള്ള ബട്ടർ കോഫി. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കും. അതിലേക്ക് വേണ്ടി നമുക്ക് എടുക്കാനുള്ള ബട്ടർ എന്ന് പറഞ്ഞാൽ ഒരു 20 to 25 ഗ്രാംസിൻ്റെ ഇടയ്ക്കായിരിക്കണം ബട്ടർ വേണ്ടത്. ഒരു 1-1.25 ടേബിൾ സ്പൂണോളാണ് ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിലെ. ഇനി ആ കോഫിക്ക് വേണ്ടി വെച്ചേക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്. ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണൊക്കെയാണ് ഇടുന്നത്. ഇതിലും കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ കടുപ്പം കൂടുന്നതനുസരിച്ച് അതിനൊരു കയ്പും കൂടും. നമ്മൾ ആ കോഫി പൗഡർ ഇട്ട സമയത്ത് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുമെങ്കിലും പിന്നെ അതങ്ങ് താഴും. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ചൂടോടെ തന്നെ കോഫി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. നമുക്ക് നോർമലി കോഫി ബ്ലെൻഡർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹാൻഡ് മിക്സറാണ്. കാരണം എൻ്റെ കോഫി ബ്ലെൻഡർ കാണുന്നില്ല. അത് കാരണമാണ് ഹാൻഡ് മിക്സർ യൂസ് ചെയ്തത്. നല്ല ചൂടോടുകൂടി തന്നെ അങ്ങ് പതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. നമ്മൾ ഇത് പതഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ പാൽ ചായ അല്ലെങ്കിൽ പാൽ കാപ്പിയുടെയൊക്കെ ഒരു കളറില്ലേ, ആ കളറിൽ തന്നെ ഇത് കിട്ടും. ഡയബറ്റീസ് ഉള്ളവർക്കും അതുപോലെ ഒബീസ് ആയിട്ടുള്ളവർക്കുമാണ് നോർമലി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് കീറ്റോ ഡയറ്റ്. ഈ ഒരു കോഫിയിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ ഷുഗർ ആഡ് ചെയ്യാത്തതിൻ്റെ ഒരു വ്യത്യാസം അറിയത്തേ ഇല്ല. നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ടേസ്റ്റിയൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം. ഉപ്പുണ്ടെങ്കിൽ ചെറിയ ഉപ്പ് രസമൊക്കെ വരുമല്ലോ കോഫിക്ക്. അപ്പം നമ്മൾ നോർമലി കോഫിക്ക് ഉപ്പ് രസം വരുന്ന അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് അൺസോൾട്ടഡ് ബട്ടർ എടുക്കണേ. പിന്നെ ഈ ബട്ടർ കോഫി കുടിക്കുന്ന ആളുകൾ ദിവസം മാക്സിമം 2 നേരം എടുത്താൽ മതിയേ, രാവിലെയും വൈകുന്നേരം. അതിൽ കൂടുതലായിട്ട് അത് കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടിപൊളി ബട്ടർ കോഫി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ബട്ടർ കോഫിയുടെ റെസിപ്പി നോക്കുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒരു 1 ടൈം മീലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വരാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാക്സീഡ് ബ്രെഡാണ് കേട്ടോ. ഈ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ റോട്ടീസ് ഒക്കെ ആയിരിക്കും. കാരണം ഈ വീറ്റ് അല്ലെങ്കിൽ റൈസിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഫ്ലാക്സീഡ് കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാക്സീഡ്സ് എടുത്തിട്ടുണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺസ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട. ഞാനിവിടെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1 ടീസ്പൂൺ എടുക്കേണ്ടത്. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചേക്കോ ഈ ബട്ടർ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ ഫ്ലാക്സ് സീഡിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അതിനെ പൗഡർ ആക്കണം. നമുക്ക് ഫ്ലാക്സ് സീഡ്സ് ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ പൗഡറായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺസ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് വിതിൻ 2 മിനിറ്റ്സ് ആണ് നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. തീരെ ഡിഫിക്കൾട്ട് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഫ്ലാക്സീഡ് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മുട്ട എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മുട്ടയൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് നമ്മൾ പൗഡർ ആക്കിയ ഈ ഫ്ലാക്സ് സീഡ്സിനെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഈ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒട്ടും ലൂസാവൊന്നും വേണ്ട, അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് മൈക്രോവേവിൽ ജസ്റ്റ് 2 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. അതിൽ കൂടേണ്ട ആവശ്യമേ ഇല്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുട്ട എല്ലായിടത്തും ഒക്കെ ഒന്ന് എത്തുന്നത് പോലെ മിക്സ് ചെയ്യും. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സോൾട്ട് ഉള്ള ബട്ടറാണ് കേട്ടോ, സോൾട്ടഡ് ബട്ടറാണ്. അത് കാരണം അഡീഷണൽ ആയിട്ട് സോൾട്ട് ആഡ് ചെയ്യുന്നില്ല.
ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നതും ഇതിൽ തന്നെയാണ് ഓവനിൽ വെക്കുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പാത്രങ്ങൾ എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊരു വണ്ടർഫുൾ കീറ്റോ റെസിപ്പിയാണേ. കീറ്റോ ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും കഴിച്ചു നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിലൊന്ന് ലെവൽ ചെയ്ത് ഓവനിൽ വെക്കാം. ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡാണ് കേട്ടോ ഈ ഫ്ലാക്സീഡ് ബ്രെഡ്. നമുക്കങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പം വീട്ടിൽ നോർമൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ കീറ്റോ ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ 2 കൂട്ടർക്കും കൂടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസാണ് കീറ്റോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണിയൊക്കെ അങ്ങ് ഒരുപാട് കുറയും. ഞാനിത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് റൗണ്ടിലുള്ളത് എടുത്തുവെന്നേ ഉള്ളൂ. ഇനി റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മളുടെ ബ്രെഡ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്താൽ മതി. അപ്പോൾ അതിൽ തന്നെ മിക്സ് ചെയ്യാം, അതിൽ തന്നെ ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ ഫ്ലാക്സ് സീഡ്സിലുള്ളതും omega-3 ഫാറ്റി ആസിഡ്സ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ ബട്ടർ കോഫിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ ചിയ സീഡ്സ് ഒക്കെ. ഇതിലൊക്കെ ഉള്ളത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ് താനും. ഇതാ നമ്മുടെ ബ്രെഡ് നല്ല ലെവലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് മൈക്രോവേവ് ഓവനിലേക്ക് ഒരു 2 മിനിറ്റ്സ് മാത്രം വെച്ച് കൊടുക്കാം. നോർമൽ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം, അത് ഇഷ്ടപ്പെടും. ഈ ഫ്ലാക്സ് സീഡ്സ് തന്നെയാണ് നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ ഡയറ്റ് ചെയ്യുന്നവർ, ആ ഓവർനൈറ്റ് ഓട്സിൽ ആഡ് ചെയ്യുന്നതും ഫ്ലാക്സ് സീഡ്സ് തന്നെയാണ്. അതിൽ കൂടുതലും ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെയാണ് ആഡ് ചെയ്യാറുള്ളത്. ആ ഒരു സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ ബ്രെഡിൽ വെച്ചിട്ട് പാനിൽ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്തപ്പോഴത്തേനും അവിടെയൊക്കെ അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എല്ലാ സൈഡിലും കൂടെ ആ ഒരു പാൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം കേട്ടോ. ഒരുപാട് നേരം അതിട്ടിട്ട് അങ്ങ് മൊരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഈ പാനിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മുട്ടയും കൂടെ ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മുട്ട ഹാഫ് ബോയിൽഡ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാതെ എടുക്കുക എന്ന് പറയുന്ന ഒരു സാഹസികതയാണ്. ഭാഗ്യത്തിന് പൊട്ടാതെ കിട്ടി ഇത്തവണ. അപ്പോൾ ഒരു 1 ടൈം മീലിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലാക്സീഡ് ബ്രെഡ് റെഡിയായി, അതുപോലെ തന്നെ മുട്ടയായിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഈ മുട്ടയിൽ. പിന്നെ കുറച്ച് ലെറ്റ്യൂസും കൂടെ വെക്കാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് കീറ്റോ മീൽ ഫോർ 1 ടൈം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന LCHF ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഉറപ്പായിട്ടും.
നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.